നമ്മൾ ഈ സെലക്ഷനിലടക്കമുള്ള അപാകതകളൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഏറ്റവും ഗുരുതരമായ ഒരു വിഷയത്തിലാണ് ഇപ്പോൾ ചർച്ച നടത്തുന്നത്. അതായത് മനു എന്ന് പറയുന്ന പരിശീലകൻ ചൂഷണം നടത്തിയ പെൺകുട്ടികളുടെ കാര്യം. അതിൽ KCA ഇതുവരെ തൃപ്തികരമായ ഒരു വിശദീകരണം നൽകിയിട്ടില്ല. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തിരിക്കുന്നത്. ഇനിയെങ്കിലും KCAയുടെ ഭാഗത്തു നിന്ന് ഒരു തുടർ നിരീക്ഷണം ഓരോ പരിശീലകന്റെയും മേൽ ഉണ്ടാകും. അത്തരത്തിലുള്ളൊരു നടപടികളിലേക്ക് KCA കടക്കും, ഒരു പുനർവിചിന്തനം നടത്തും എന്ന് കരുതാമോ? തീർച്ചയായും രക്ഷകർത്താക്കളുടെ ഒരു അഭിമാനത്തിന്റെ പ്രശ്നം കൂടിയാണ്, അവരുടെ ഒരു ആശ്വാസത്തിന്റെ പ്രശ്നം കൂടിയാണ്. അതായത് ഞങ്ങൾ എന്ത് നടപടിയെടുത്തു എന്നുള്ളത് ഞങ്ങൾ ഈ വിഷയം അറിഞ്ഞപ്പോൾ തന്നെ സിറ്റി പോലീസ് കമ്മീഷണർ, ട്രിവാൻഡ്രം സിറ്റി പോലീസ് കമ്മീഷണർക്ക് അടിയന്തരമായിട്ടൊരു മെയിൽ കൊടുത്തിട്ടുണ്ട്. ആ മെയിലിൻ്റെ അകത്ത് ഉള്ള കണ്ടന്റ് എന്ന് പറയുന്നത് ഇയാളെക്കുറിച്ചുള്ള കാര്യവും അയാളെ ആദ്യ കേസ് വെറുതെ വിട്ടെങ്കിലും രണ്ടാമത് വീണ്ടും ഒരു ഹബിച്വൽ ഒഫൻഡറെ പോലെ അയാൾ വീണ്ടും പ്രതിയാക്കപ്പെടുന്നുണ്ട്. അതിനാൽ തന്നെ ഇയാളെ ഈ രാജ്യത്തെ ഒരു സംഘടനയിലോ ഒരു സ്ഥാപനങ്ങളിലോ ജോലിക്ക് എടുക്കാൻ പാടില്ല എന്നുള്ള സർക്കുലർ ഞങ്ങൾ അയക്കാൻ തീരുമാനിച്ചു. ഈ വിഷയങ്ങളെല്ലാം തന്നെ ആദ്യം തന്നെ പരാതി വേണ്ടി വന്നു KCAക്ക്, അല്ലേ? 2018 ആദ്യമായി ഒരു ദുരനുഭവം ഉണ്ടാകുന്നു. 2022 കേസ് രജിസ്റ്റർ ചെയ്യുന്നു. തുടർന്നുള്ള പരാതികളിൽ ഇത്രയധികം കാലതാമസം വേണ്ടി വന്നു, അല്ലേ ശ്രീജിത്ത്? എന്തായാലും അനിൽ ഗോപാലിന് കൂടി എന്തോ സൂചിപ്പിക്കാനുണ്ട്. താങ്കൾ ചർച്ചയുടെ സമയം ഒരു കാര്യം മനസ്സിലാക്കുക. ഒരു കാര്യം മനസ്സിലാക്കുക. ആങ്കർ നേരത്തെ തൊട്ടേ പറയുന്നുണ്ട് 2018 ഒരു പരാതി വന്നു. 2018 ഞാനാണ് സെക്രട്ടറി. അങ്ങനെ ഒരു പരാതി വന്നിട്ടില്ല. ആ പരാതി കാണിച്ചു കഴിഞ്ഞാൽ ഇനി ആ പരാതി കാണിക്കേണ്ട ഉത്തരവാദിത്വം അവരെന്തായാലും അവരുടെ പേര് വിവരങ്ങൾ വെളിപ്പെടുത്താൻ സാധിക്കുകയില്ല. അതുകൊണ്ടാണ് 2018 മുതൽ ഈ മനു ഇത് തന്നെയാണ് വെച്ച് നടത്തുന്നത് എന്നുള്ളതിന് തെളിവുണ്ട്. ഈ 2018 ഇങ്ങനൊരു വിഷയം നടക്കുന്നു എന്നുള്ളത് എയറിൽ നിൽക്കുന്ന ഒരു പരാതിയാണ്.